നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. കേരളത്തിലെങ്ങും ശക്തമായ മഴയാണ്. എറണാകുളം ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം വരെ കയറിയിട്ടുണ്ട്. പെട്ടെന്നൊരു ഷിഫ്റ്റായിരുന്നു. വലിയ ചൂടിൽ നിന്ന് പെട്ടെന്നൊരു മഴ. മാർക്കറ്റിലും അതുപോലെ തന്നെയായിരുന്നു. വലിയൊരു ഷിഫ്റ്റ്. ഒരു മാർക്കറ്റ് ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 180 പോയിന്റ് താഴെ മാത്രമാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നിഫ്റ്റിയുടെ കാര്യമാണ്. ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 2100 പോയിന്റ് ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴെയാണ്. അപ്പോൾ നിഫ്റ്റി കഴിഞ്ഞ 5 ദിവസമായിട്ട് തുടർച്ചയായിട്ട് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നിഫ്റ്റിയിൽ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കായിട്ടുള്ള ITCയുടെ റിസൾട്ട് വരുന്നുണ്ട്. മെയ് മാസത്തിൽ FIs പൊതുവേ സെല്ലേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 1800 കോടി രൂപയുടെ ബൈ കണ്ടത്. ഇന്നലെയും FIs ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിരുന്നു. പക്ഷേ സെല്ലിങ് 3 ഡിജിറ്റിൽ ഒതുങ്ങി. അതായത് 700 കോടി രൂപയിൽ താഴെ മാത്രമാണ് ഇന്നലെ അവർ സെല്ല് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ബുൾസിന് ആവേശം പകർന്ന് ഇന്നലെ ഇന്ത്യ വിക്സിൽ ഏകദേശം ഒരു 1.5% ഒരു ഫോളുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്റ്റിൽ ഇന്ത്യ വിക്സ് 21 മുകളിൽ തന്നെയാണ്. പക്ഷേ ഇന്നലെ ഒരു ചെറിയൊരു ഫോൾ ഉണ്ടാക്കി. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇന്നലെ ക്ലോസ് ആയിട്ടുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ക്ലോസ് ആയിട്ടുള്ളത് റെഡിലാണ്. ഇന്നലെ ക്ലോസ് ആയിട്ടുള്ള ഡോയും നാസ്ഡാക്കും റെഡിൽ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. പക്ഷേ ഇന്നലെ US മാർക്കറ്റിൽ US ഫിക്സ് ഒരു 10% ഒരു ഫോള് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ഇനി പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ, മെട്രോപോളിസ് തുടങ്ങിയ സ്റ്റോക്കുകൾ FNO ബാൻ ആയിട്ടുണ്ട്. JMR എയർപോർട്ട്, ഗ്രാനുവൽസ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ FNO ബാനിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. മാർക്കറ്റ് വൈഡ് പൊസിഷൻ റീച്ച് ചെയ്യുമ്പോഴാണ് FNO ബാൻ വരുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോഴത്തെ ഉള്ള നിലയിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നൊരു 50 പോയിന്റ് താഴെയാണ്. എക്സാക്റ്റ് വാല്യൂ പറയാനായിട്ട് ചില ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എക്സാക്റ്റ് വാല്യൂ പറയാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഈവൻ ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എക്സാക്റ്റ് വാല്യൂ ഇല്ല, ഏകദേശം ഒരു 50 പോയിന്റ് താഴെയാണ്. ഇനിയിപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. സ്വാഭാവികമായ രീതിയിൽ വോളറ്റിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയില്ല. സ്റ്റിൽ വോളറ്റിലിറ്റി തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഗ്രാസിം ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്ന് 2721 കോടി രൂപ. റവന്യൂ 12% ഉയർന്നു. പവർ ഗ്രിഡ് നെറ്റ് പ്രോഫിറ്റ് 2% കുറഞ്ഞു. ട്രാൻസ്മിഷൻ റവന്യൂ 3% കുറഞ്ഞു. ഇനി ജുബിലൻറ്റ് ഫുഡ് വർക്ക്, ഡൊമിനോസ്, പിസി എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഒരു 7 മടങ്ങ് വർദ്ധിച്ചു, 208 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 24% വർദ്ധിച്ചിട്ടുണ്ട്. നൈക്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഒരു 10 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 2 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വലിയൊരു വർധനവ്. റവന്യൂ 28% വർദ്ധിച്ചു. ഗ്ലാൻ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 78 കോടി രൂപയിൽ നിന്ന് 192 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. റവന്യൂ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. ടോറൻറ്റ് പവർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 8% ഇടിഞ്ഞ് 447 കോടി രൂപ. റവന്യൂ എന്നാൽ 8% വർദ്ധിച്ചു. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 68 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു കഴിഞ്ഞ തവണ. ഈ തവണ 6 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. കൂടാതെ തന്നെ കമ്പനി ഏൺ ചെയ്ത പ്രീമിയം 13% സ്പൈക്കും രേഖപ്പെടുത്തി. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 79% വർദ്ധിച്ചു, 71 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. റവന്യൂ 30% വർദ്ധിച്ചു. രാംകോ സിമൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞ് 121 കോടി രൂപ ആയി. പക്ഷേ ഇത് തന്നെയാണ് സ്ട്രീറ്റ് എസ്റ്റിമേഷൻ ഉണ്ടായിരുന്നത്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്, 55 നിന്ന് 111 കോടി രൂപ കരസ്ഥമാക്കി. ധനലക്ഷ്മി ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 3% കുറഞ്ഞു, 38 കോടി രൂപയാണ് ഈ തവണ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9% ഇടിഞ്ഞു. പെട്രോനെറ്റ് LPG കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നു. റവന്യൂ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. സ്റ്റാർ സിമെൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9% ഇടിഞ്ഞ് 878 കോടി രൂപ. റവന്യൂ 10% വർധനവ് ഉണ്ടാക്കി. HEG കമ്പനി നെറ്റ് പ്രോഫിറ്റ് 67% ഇടിഞ്ഞ് 32 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 11% ഇടിഞ്ഞു. JMM ഫോഡൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 14% ഇടിഞ്ഞു, റവന്യൂ 14% ഇടിഞ്ഞു. നവനീത് എഡ്യൂക്കേഷൻ കമ്പനി
13 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 47 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. മെട്രോ ബാൻഡ് കമ്പനി കഴിഞ്ഞ തവണ 66 കോടി രൂപയായിരുന്നു, ഈ തവണ 165 കോടി രൂപയിലേക്ക് ഉയർന്ന നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ തന്നെ ഇന്നത്തെ FNO ബാൻ, ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. bismate.com ആണ് വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ. അതിൻ്റെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിലാണ് ഉള്ളത്. ഈ ട്രേഡ് ബഡി ടാബ് നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കാം. ആദ്യം ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ കാണാം. 71 നിന്ന് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 69,500. ഗോൾഡ് $2,382 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 81.57 പെർ ബാരൽ. ഓസ്ട്രേലിയ റെഡിലാണ്, ചൈന ഫ്ലാറ്റ് ആണ്, കൊറിയ റെഡിലാണ്, നിക്കി പോസിറ്റീവ് ആണ്, ഡോ ഫ്യൂച്ചർ റെഡിലാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ റെഡിലടച്ചു. ഏറ്റവും താഴെ US മാർക്കറ്റ് രണ്ടും റെഡിലടച്ചു. കാണാൻ സാധിക്കും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എന്നാൽ ഇൻഫോസിസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ICICI ബാങ്ക് ഇടിഞ്ഞിരുന്നു, എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ തിരിച്ച് കയറി. HDFC ഇടിഞ്ഞിരുന്നു, എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ തിരിച്ച് കയറി. ഡോക്ടർ റെഡ്ഡി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. റിലയൻസ് GDRൽ ഇന്നലെ ഇവിടെ റാലി ചെയ്തിരുന്നു, അതവിടെ റിഫ്ലക്റ്റ് ചെയ്തു. ഇനി ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. 22,597 സ്പോട്ട് ഉള്ളത്. മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത് 22,800, 23,000. സപ്പോർട്ട് 22,500, 400, 300 നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഇനി പല ആളുകളും ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്പോൾ അപ്സ്റ്റോക്ക് പല ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കുകൾ പ്ലഡ്ജ് ചെയ്തിട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് സ്റ്റോക്ക് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കൂടാതെ തന്നെ ഫാർ OTMs എല്ലാം തന്നെ നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. ഹെഡ്ജ് ചെയ്യാനായിട്ട് പല ബ്രോക്കേഴ്സും സ്ട്രൈക്കുകൾ അവൈലബിൾ എല്ലാം നല്ല അപ്സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ പ്രത്യേകതകൾ അപ്സ്റ്റോക്കിലുണ്ട്. കൂടാതെ തന്നെ അപ്സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വൈകിട്ട് 7 മണിക്ക് ഡിസ്കസ് ചെയ്യാം. മാർക്കറ്റ് ഇന്നലെ വിക്സ് ചെറുതായിട്ടൊന്ന് പതുങ്ങി. ഇനി അത് കുതിക്കാനാണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് ധാരണയില്ല. ഇലക്ഷൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ഗ്ലോബൽ ഈവൻറ്റുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പൊസിഷൻസൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ അതും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ എനിവേ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.